നമ്മുടെ ഹജി മൗലവി ഇർഫാനി, അതുപോലെ കണ്ണൂരിന്റെ അബുദാബി കളിക്കുമ മണ്ഡലം KMCയുടെ പ്രസിഡന്റ് കൊച്ചിൻ എറണാകുളം ജനറൽ സെക്രട്ടറി ഖലീൽ, ഒരുപാട് പേര് വേദിയിൽ ദലിതരായിട്ടുണ്ട്. ഓരോരുത്തരും പേര് പറഞ്ഞ് സമീപങ്ങളുടെ ആവശ്യമില്ല. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഇവയിലുള്ള ചപ്പാരപ്പുഴ മഹല്ല് നിവാസികളുടെ ചിരകാല അഭിലാഷമായ ഈ മഹല്ല് സംഗമം ഇന്നിവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ച അൽഹംദുലില്ലാഹ് വളരെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഹൃദയാംഗമായി, അതായത് എന്റെ ഹൃദയത്തോട് ഞാൻ അതിനുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാശി ഇന്ന് പല തിരക്ക് പിടിച്ചിവിടെ എത്തി നമ്മളൊരു മഹല്ല് ശാസ്ത്രീകരണം എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്കറിയാം ഡോക്ടർ ഉസ്മാൻ സാഹിബ് ചപ്പാർപ്രകാരം സംബന്ധിച്ചുള്ള ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിസ്റ്റത്തിന്റെ ഉടമയായ സെക്രട്ടറി ദീർഘകാലം മഹാജിന്റെ പ്രസിഡന്റായി നടന്ന ചപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് അവിടെ നടന്ന മുസ്ലിം ലീഗിന്റെ ചപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സെക്രട്ടറി. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മകൻ നമുക്ക് ഇത്രയും വളരെ നല്ലൊരു അഡ്വൈസ് തരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇതിൽ പങ്കെടുത്തതിലും അതുപോലെ തന്നെ 36 വർഷത്തോളം കൂടെ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ ആര്യാച്ചിക്ക, അദ്ദേഹത്തെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനൊന്നും ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനും എല്ലാവരും കാണാനും സാധിച്ചില്ല. ശരിക്കും ഇവിടെ പലർക്കും ആലോചിക്കാൻ അറിയില്ല. ആലോചിക്ക പറഞ്ഞിട്ട് നമ്മുടെ കാലത്ത് സാധിച്ചില്ല. പക്ഷെ എനിക്ക് ആലോചിക്കാൻ പറയാനുള്ള എങ്കിലും നിങ്ങളുടെ കാലത്ത് സാധിച്ചില്ല. നിങ്ങളുടെ മകനെ ഇതില് ആക്റ്റീവായിട്ട് പങ്കെടുപ്പിച്ച് ഇത് നല്ല പരിപൂർണ്ണമായി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളത് നാം മനസ്സിലാക്കേണ്ടത്, കാരണം നമുക്ക് ബഹുമാനപ്പെട്ട കാശിക്ക് പെട്ടെന്ന് പോകാനുള്ളതുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിർത്താം. നാം മനസ്സിലാക്കേണ്ടത് സ്വയം ജീവിക്കാൻ മറന്നവരാണ് നമ്മൾ. സ്വയം ജീവിക്കുക എന്നതിനേക്കാളും മറ്റുള്ളവരെ ജീവിക്കാൻ വേണ്ടി പ്രവാസത്തിൽ ജീവിതം നയിക്കുന്ന നമ്മള് ഒരുപാട് നേടിയിട്ടുണ്ടാകാം. പ്രശസ്തി, പണം, പെരുമ, പ്രൗഢി എല്ലാം. പക്ഷെ നമുക്ക് നമ്മുടെ പിറകില് ചിലത് നഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ പിറകിൽ നഷ്ടപ്പെടുന്ന സൗഹൃദ ബന്ധം, കുടുംബ ബന്ധം, സ്നേഹബന്ധം അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പിറകിലത് നോക്കാം. കാരണം നമുക്കിപ്പോ അടുത്ത കാലത്ത് ഈ 2015 ജനുവരി മുതൽ നമ്മുടെ ചപ്പാഴപ്പുള്ളിൽ വളരെ പ്രശസ്തമായിട്ട് ഇർഫാൻ അറബിക് കോളേജിന്റെ സമ്മേളനം നടക്കുകയുണ്ടായി. അതായത് കേരളത്തിൽ നിന്നുള്ള കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നൊക്കെ ആൾക്കാർ പങ്കെടുത്തിട്ട് വളരെ വൻ വിജയത്തോട് നാട് ചപ്പാറപ്പ് ശരിക്കും ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ നമുക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. മാനസികമായിട്ട് നമുക്കതിന് വിഷമമുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ 90% ആൾക്കാരും. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം പിന്നെ മുസ്ലിം ലീഗിന്റെ വളരെ നല്ല ചപ്പാർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സമ്മേളനം സംഘടിപ്പിച്ചു. നമുക്ക് സാധിച്ചില്ല പങ്കെടുക്കാൻ. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ചപ്പാർ മക്കാൻ എത്തിഹാനിന്റെ ഉറൂസ് നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ അവസാനമായിട്ട് മൊയ്തീൻ പള്ളിയെ കുറിച്ച് പറയാൻ വെച്ചാൽ അവിടെ നിസ്കരിക്കാത്തവർ വളരെ വിരളമാണ്. എല്ലാവരും നിസ്കരിച്ചവർ. കാരണം ഒരു കാലത്ത് ചപ്പാർപ്പുഴം തമ്മില് പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്കൂളും മദ്രസൊക്കെ ആശ്രയിച്ച് ചപ്പാർപ്പുഴയിലാണ്. അപ്പൊ നരിക്കപ്പള്ളി എന്ന് അറിയപ്പെടുന്ന മൊയ്തീൻ പള്ളിയിൽ ആശ്രയിക്കാത്തവർ, നമസ്കരിക്കാത്തവർ വളരെ വിരളായിരിക്കും. ആ പള്ളിന്റെ ഉദ്ഘാടനം വളരെ നല്ല നിലയിൽ നടന്നു. നമുക്ക് അതിൽ പങ്കെടുക്കാനോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ നമുക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് കല്യാണം, എത്രയോ കല്യാണം കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, അതിലൊന്നും നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ എന്താ പറഞ്ഞു, അത് നമ്മൾക്കതൊന്നും സാധിക്കാത്തത് നമ്മുടെ പ്രവാസികളായി എന്നൊരു കാരണത്താലാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ, അതുപോലെ തന്നെ ഈ കുടുംബ സംഗമം, മഹല്ല് സംഗമം, അതുപോലെ സ്നേഹ സംഗമൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മളുടെ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നികത്താൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ചപ്പാരപ്പള്ളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ. ചപ്പാരപ്പള്ളി പൊതുവെ കാണുമ്പോൾ നല്ലതിനെ നമുക്ക് കാണാം. വളരെ സുന്ദരമായ നാട്, സുന്ദരമായ ജീവിതം. പക്ഷെ അതിൽ ഉൾപ്രദേശങ്ങളിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന, അതായത് എത്രയോ രോഗികൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ രോഗികളുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ പഠിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ ദാരിദ്ര്യത്തിൽ, അതായത് അവരുടെ അടുപ്പിൽ തീവ്രം പോയാത്ത എത്രയോ ജനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ മഹല്ല് കൂട്ടായ്മ കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നുള്ള ഒരു അപേക്ഷയും കൂടിയാണ് നിങ്ങളുടെ ഈ അവസരത്തിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ,
പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഞാൻ കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. നമുക്ക് നല്ല ക്ലാസ് എല്ലാവരും കാശ്മീർ അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന്റെ കുടുംബവും മാനസികാരോഗ്യവും ആ ക്ലാസ്സൊക്കെ കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ഒരുമിച്ചുകൂടിയതിനെ അള്ളാഹു ഭാര്യവരെ അമലാക്കിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഇതൊരു തുടക്കമാണ്. നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു പരിപാടിയുമായിട്ട് പ്രോഗ്രാമായിട്ട് അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഏതൊരു ഓപ്പൺ ഏരിയയിൽ ഗാർഡൻ പോലുള്ള ഏരിയയിൽ നാം നടത്തണം. ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമ്മളുടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീൽ റഹ്മാൻ കാശിഫി, അദ്ദേഹം നിങ്ങൾക്കറിയാം നമ്മുടെ ഇർഫാൻ അറബിക് കോളേജിന്റെ ഷാർജ യൂണിറ്റ് പ്രസിഡന്റാണ്. ദീർഘകാലം ചപ്പാത്തിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് തരുന്നത്. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وأصحابه الأكرمين أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അഭിനന്ദനായ യോഗാധ്യക്ഷൻ OP ഉമർ സാഹിബ് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ബഹുമാന്യനായ ഡോക്ടർ റഹ്മാൻ സാഹിബ്, ഇവിടെ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യനായ ഓമശ്ശേരി ഫൈസി സ്ഥാപകർ, അതെല്ലാം ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസൈന PC, ഒരുപാട് ആൾക്കാര് നമുക്ക് വളരെ വേണ്ടപ്പെട്ട സ്റ്റേജിലും ഈ സദസ്സിലുമായിരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നമ്മുടെ നന്മയുടെ ഭാഗം ജനത്തിക്കുന്ന വലിയ സംക്രമമായി നമുക്ക് സ്വീകരിക്കുവാനാവട്ടെ. നമ്മുടെ ആക്തിപത്ത് നന്നാവാനും നമ്മുടെ സക്കറാത്ത് എളുപ്പമാവാനും നമ്മുടെ കബറ് വിശാലമാവാനും ഈ സംഗമത്തെ അള്ളാഹു ഒരു കാരണമാക്കി തീർക്കുമാറാവട്ടെ. എന്റെ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ സാധാരണ പോലെ ഒരു മഹല്ലിന്റെ പരിപാടി എന്ന നിലയിൽ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വരാനായത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു ഘടകം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മഹല്ല് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കൂട്ടായ്മയാണ്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലാണ് തോന്നുന്നത്, ഇതിനു മുമ്പ് രാത്രി 1 മണിക്ക് തുടങ്ങുന്ന ഒരു പരിപാടിക്ക് ദുബായില് മഹല്ലിന്റെ പരിപാടി ആയതുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി പോയിട്ടുണ്ട്.
രാത്രി 1 മണിക്ക് അവിടെ പരിപാടിക്ക് പോയി. അത് കഴിഞ്ഞ് രാവിലെ അന്ന് അബുദാബിയിൽ സലാത്തിന് ഇതൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനെത്തണം ചെന്നിട്ടാനോട് പോയത് മഹല്ലിന്റെ പരിപാടിയായിരുന്നു. കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഘടകമാണ് മഹല്ല്, അല്ലെങ്കിൽ ഒരു മഹല്ല് കമ്മിറ്റി എന്നൊക്കെ പറയും. ഈ മഹല്ല് സംവിധാനം ഇത് വളരെ നല്ല രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മഹല്ല് സംവിധാനത്തെ കൈകാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പ്രഥമ കേന്ദ്രമായി ഈ മഹല്ലിനെ മാറ്റാൻ പറ്റും. അല്ല എങ്കിലോ ഇതിന്റെ മറുവശം അത് നമുക്ക് പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. നമുക്ക് ആഴവും പരപ്പും അളക്കാൻ സാധിക്കാത്ത വലിയ പ്രശ്നമായിട്ട് ഈ സംവിധാനം മാറും. മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ശാപമായിട്ട് മാറും മഹൽ സംവിധാനം. എന്റെ അത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ സംവിധാനത്തിൽ സാധിക്കും. ഞാൻ ഒരുപാട് മഹല്ലുകളിൽ പോയിട്ടുണ്ട്. ഒരുപാട് മഹല്ല് കമ്മിറ്റികളുടെ പ്രവാസ ലോകത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പല മഹല്ലുകളും അൽഹംദുലില്ലാഹ് വളരെ ഗൗരവത്തോടുകൂടി സഗൗരവം ഈ മഹല്ല് കമ്മിറ്റിയെയും അതിന്റെ സംവിധാനങ്ങളെയും സമീപിക്കുന്നവരുണ്ട്. എന്നാൽ വളരെ ലാഘവത്തോടെ ഈ വിഷയത്തെ കാണുന്നവരും നമ്മുടെ കൂട്ടത്തിൽ കുറവല്ലാത്ത വിധമുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം, ഒരു ചെറിയ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്നെ വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട ഓഫീസ് സാഹിബ് പറഞ്ഞതുപോലെ 45 മിനിറ്റ് നീളുന്ന ഒരു പ്രഭാഷണമല്ല, ഒരു ചർച്ചയാവട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അത് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സമീപ പ്രദേശത്തുള്ള 2 മഹല്ലുകൾ, ഈ മഹല്ലുകളിലെ 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹം നടക്കുന്നു. ഒരു മഹല്ലിൽ വധുവും അടുത്ത മഹല്ലിൽ വരനും. 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം വളരെ നന്നായിട്ട് ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിൽ അവരുടെ ഇടയിൽ വലിയ വിള്ളലുണ്ടായി. അങ്ങനെ സാധാരണ എന്താ ചെയ്യാ, പുതിയാപ്പിള പിന്നെ അങ്ങോട്ട് പോവാതെ ആവലെ. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പുതിയാപ്പിള പോവാതായപ്പോ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പെണ്ണിന്റെ മഹല്ലിലെ ആൾക്കാർ, ഒരു കുടുംബക്കാരൊക്കെ എവിടെ പോയി? പുതിയാപ്പിളയുടെ മഹല്ലിലേക്ക് പോയി. രാത്രിയിലാണ് പോയത് ആരുടെ വീട്ടിലേക്കാണെന്നറിയോ? മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക്. അപ്പൊ മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം എന്നീ നിങ്ങളെ ഇരുത്തി ചിന്തിക്കുന്നു. അവർ പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോകും, ഞാൻ ഇപ്പൊ നല്ല പൂസിലാണ്, നാളെ നമുക്ക് സംസാരിക്കാം. ആരാ ഇദ്ദേഹം? ഒരു മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം, സുന്ദരമായ കമാനങ്ങളൊക്കെ ഉള്ള വലിയ വീടിന്റെ ഉമ്മറത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ കണ്ടത് ഈ സുന്ദരമായ വീട്ടിന്റെ മുന്നിലെ കമാനവും ഈ വലിയ അമ്പലചുംബിയായ വീടും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിലുള്ള പുൽത്തകിടിയും ഗാർഡനൊക്കെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. ഈ ഒരു അവസ്ഥ മാറണം. മാറിയിട്ടില്ലെങ്കിലോ ഇതിനേക്കാളും ആഴത്തിലുള്ള മുറിവുകൾ സമുദായത്തിന്റെ ഗാത്രത്തിന് സംഭവിക്കും. നമ്മുടെ തന്നെ ഈ സമുദായത്തെ തല്ലിക്കൊല്ലുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഈ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരായിരിക്കണം? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരിക്കണം. തത്വയായിരിക്കണം അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ അർഹത എന്ന് പറയുന്നത്. അപ്പൊ അതിനും
ചില ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവിടെയും വലിയ ചർച്ചകളൊക്കെ നടക്കും. നമ്മളിങ്ങനെ വെരിഫൈ ചെയ്യും ഓരോരോ ആൾക്കാരെ. നമ്മൾ അവിടെ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. എന്താന്ന് വെച്ചാൽ ഉള്ളതിൽ ഏറ്റവും നല്ലയാളെ തെരഞ്ഞെടുക്കുക എന്നത്തെ കാര്യങ്ങൾ. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചത് ആരെയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ട് നിന്റെ ഇമാമ് അബൂബക്കർ ആവണമെങ്കിൽ നീ ആരാവണം? ഉമറാവണം. നിനക്ക് ഉമറിന്റെ ദർജയിലേക്ക് എത്താൻ സാധിക്കുമോ? എങ്കിൽ നിന്റെ ഭരണാധികാരിയെ നിനക്ക് ഒരു അബൂബക്കറുടെ നിനക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഉമറാവാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ നമ്മുടെ നേതാവ് അബൂബക്കറാവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ യൗം ഖൈറും മിനൽ ഗദ്. അൽ യൗം ഖൈറും മിനൽ ഗദ്. ഇന്നത്തെ ദിവസമാണ് നാളത്തെക്കാളും ഏറ്റവും ഉത്തമമായ ദിവസം, ഏറ്റവും ഖൈറായ ദിവസം. അങ്ങനെ പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് സമൂഹത്തിൽ ധർമ്മബോധം കുറഞ്ഞേയിരിക്കും. 3 കാലഘട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഞാനും എന്റെ സഹാബത്തും ജീവിച്ച കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സഹാബത്തിനെ കണ്ട താബിഈകൾ ജീവിച്ച കാലമാണ്. അതും കൂടി കഴിഞ്ഞാലോ അത്ബാഅ താബിഈകൾ ജീവിച്ച കാലമാണ്. അങ്ങനെ പോവുകയാണ്. ഇതിന്റെ പവർ കുറഞ്ഞു. അതുകൊണ്ട് ഉള്ളവരിൽ ഏറ്റവും നല്ല ആൾക്കാരെ ജമാഅത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. അത്രയും സഗൗരവം കാണേണ്ട ഒരു വിഷയമാണ് എന്ന ബോധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം ഒരു മഹല്ലിന്റെ പ്രവർത്തകരായ നമുക്കുണ്ടാകും. ഇന്ന് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? പള്ളിയിൽ വരാത്ത ആൾക്കാരും പള്ളിയിൽ വരിക ഒരു കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴോ നാം സംഘടിപ്പിക്കുന്ന നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ്. അന്ന് എല്ലാവരും പള്ളിയിൽ വരും. സമീപ നാടുകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വേണമെങ്കിൽ നാട്ടിലേക്ക്. മഹല്ല് ഭരണ സംവിധാനങ്ങളുടെ സാരഥ്യത്തെ വലിയ ആർഭാടമായിട്ട് അലങ്കാരമായിട്ട് കാണുന്ന നിരവധി ആൾക്കാരുണ്ട്. എനിക്കറിയാം, UAE-യിൽ നിന്ന് മഹല്ല് ജമാഅത്തിന്റെ മീറ്റിംഗിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ് എനിക്കറിയാം. ചോദിക്കുക ആൾക്കാരാണ്. അവരെക്കാളും നല്ല ധർമ്മബോധമുള്ള തഖ്വയുള്ള മനുഷ്യരെ ആർക്കും അവർ കിട്ടിയിട്ടില്ല. അവരെല്ലാവർക്കും അഡ്രസ് പറയാ, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റാണ്. വീണ്ടും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടി പറയും, വീണ്ടും ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അലങ്കാരം. ഈ പടുജാഹിലീങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ഇമാമായിട്ട് കടന്നു വരുന്നത്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണമെന്നാണ്. നീ ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണം. നല്ല മനുഷ്യന്മാർക്ക് നേതൃത്വം വഹിക്കുന്ന ആൾക്കാരായിട്ട് വേണം നമ്മെ മാറ്റാൻ എന്നാണ്. ഇവിടെയോ നമ്മെക്കാളും ചീത്തയായ മനുഷ്യരെ നേതാവാക്കിയിട്ട് അവർക്ക് ജൈവരിച്ച് നടക്കുന്ന വളരെ തരംതാണ സംവിധാനത്തോട് സമരസപ്പെട്ടു പോകാൻ നമ്മളെല്ലാം. മഹാന്മാരായ ഖുലഫാ റാഷിദുകളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മാതൃക. അവർ തുടങ്ങിയ ഈ ഇസ്ലാമിക മഹല്ല് സംവിധാനത്തെക്കുറിച്ച് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ, റസൂലുള്ളാഹി അലൈഹി വസല്ലം അവരുടെ വഫാത്തിന് ശേഷം
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി പോയി, അതുകൊണ്ട് എന്നെ എല്ലാവരും ബൈഅത്ത് ചെയ്യണേ, ഞാനാണ് നിങ്ങളുടെ ഖലീഫ, ഞാനാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. 4 ഖലീഫമാരിൽ ഏതെങ്കിലും ഒരാൾക്കാര്, ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്ന 4 പേരിൽ ഏതെങ്കിലും ഒരാൾക്കാര് ആ രീതിയിൽ ഞങ്ങളെ പ്രസിഡന്റ് ആക്കണേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരാളും വന്നില്ല. നമ്മളെന്താ ചെയ്യാ? നമ്മളിപ്പോ ഈ കാലഘട്ടത്തിലെ ഒരു മഹല്ലിന്റെ ആ സമൂഹത്തിലെ, ആ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരായി വരേണ്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുറെ പേപ്പർ വായിച്ചു വരും അല്ലെ. എന്നിട്ടോ മഹല്ല് ജമാഅത്തിന് ആദ്യമായിട്ട് പാനൽ അവതരിപ്പിക്കും. നമ്മൾ കൊണ്ടുവന്ന പാനലിന് സപ്പോർട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ ഉണ്ടാവും, നമ്മളും നമ്മളാക്കിയ ആൾക്കാരും. എന്നിട്ട് ഭയങ്കരമായ മത്സരാണ്. എന്തിന്? മഹല്ല് ജമാഅത്തിന്റെ കാര്യത്തിൽ. ഈ ഒരു പദവി കിട്ടിയാൽ എല്ലാമായി എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മഹല്ല് സംവിധാനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേകമായ രീതിയോ ശൈലിയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചെന്നിട്ടില്ല. ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതാത് കാലഘട്ടങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന്റെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് അനുയോജ്യമായ തീരുമാനമെടുക്കുക എന്നതാണ് ശരി. 4 ഖലീഫമാരുടെ അവസ്ഥ തന്നെ നിങ്ങൾ നോക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, ഒരുപാട് ആൾക്കാര് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ വലിയുണ്ടാകുന്ന ഒരു കാലമായിരുന്നു ആ കാലം അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആര് ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരും എന്നതിലേക്ക് ചർച്ച വന്നു. മദീനയിൽ ബനൂ സായിദ ഗോത്രക്കാരുടെ സഖീഫിൽ പന്തലിൽ അൻസാറുകൾ ധരിച്ചുകൂടി. മുഹാജിറുകൾ വെറും മണ്ണവച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ചർച്ച നല്ല ദിശയിലല്ല മുന്നോട്ട് പോയതെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരിക്കലും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കാത്ത വലിയ ഭിന്നിപ്പ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കടന്നു വന്നതിന് ശേഷം വർഷങ്ങളായി ഏറ്റുമുട്ടിയ, പരസ്പരം ഏറ്റുമുട്ടിയ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ എന്ത് വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്? ഔസ് തുലോം ഖസ്റജിനെ അപേക്ഷിച്ച് ഔസിന്റെ ആൾക്കാർ കുറച്ച് കുറവാണ്, ഖസ്റജിന്റെ ആൾക്കാർ കൂടുതലാണ്. ഈ മീറ്റിംഗ് നടക്കുന്നത് ഖസ്റജി കുടുംബക്കാരുടെ പന്തലിലാണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് നടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആൾക്കാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളാണ്. മുഹാജിറുകൾ ഒരു ഭാഗത്തേക്ക്, അൻസാറുകൾ മറ്റൊരു ഭാഗത്ത്, അൻസാറുകളിൽ തന്നെ ഔസ് ഒരു ഭാഗത്തേക്ക്, ഖസ്റജ് മറ്റൊരു ഭാഗത്തേക്ക്. ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷിക്കാൻ ഈ വിഷയം കൈകാര്യം ചെയ്തു. വളരെ സൂക്ഷിച്ച് കൈകാര്യം. ഖസ്റജ് ഗോത്രത്തിന്റെ നേതാക്കന്മാർ വിളിച്ചു പറയാണ്, അല്ലയോ സഹോദരങ്ങളെ, നമ്മൾ വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പ്രബോധനം ആരംഭിച്ചിട്ട് അവർക്ക് ആ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ മക്കക്കാർക്ക് നല്ല സഹായം കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആ നാട്ടിൽ അവർ നിലനിർത്താൻ വേണ്ടി പറ്റിയില്ല. അവിടുന്ന് പാലായനം ചെയ്ത് നമ്മുടെ അരികിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവിടെ നിന്നാണ് ഇസ്ലാമിന്റെ ഈ കാണുന്ന പുരോഗതിയൊക്കെ ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്, നമുക്ക് അല്ലാഹു അതിനുള്ള ഹഖ് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളാണ് ഇനി ഖിലാഫത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വരാൻ നിർബന്ധപ്പെട്ട ആൾക്കാർ. ഖസ്റജികൾ ഇത് വിളിച്ചു പറയുമ്പോ ഔസിന്റെ ആൾക്കാരൊക്കെ അപ്പുറത്തിങ്ങനെ നോക്കുകയാണ്. അവര് ചിന്തിച്ചു, ഇവരിൽ വന്നാൽ രണ്ടാമത് മുമ്പത്തെ പോലെ ജാഹിലിയ്യ കാലഘട്ടത്തിലെ പോലെ ഔസും ഖസ്റജും പരസ്പരം പോരടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. കുറെ ആൾക്കാർ വന്നിട്ട് പറയാണ്,
മിൻകും അമീർ മിന്ന അമീർ, നിങ്ങളിൽ നിന്ന് ഒരു അമീർ ഉണ്ടാവട്ടെ, നമ്മളിൽ നിന്നൊരു അമീർ ഉണ്ടാവട്ടെ, അങ്ങനെ ഞങ്ങളും നിങ്ങളും എന്നിടത്തേക്കൊക്കെ ചർച്ച പോകുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ പോവുകയാണ്. ഇവിടത്തേക്കെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ തജ്ഹീസ് നടക്കുന്ന സ്ഥലത്തേക്ക് മറമാടാനുള്ള ശ്രമം നടക്കുകയാണ്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അവർക്ക് ഈ മയ്യത്ത് കഫൻ ചെയ്തിട്ട് അല്ലാഹ് ശരീഫിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഓടിപ്പോയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറെ അങ്ങ് വരണം എന്റെ കൂടെ. ഇല്ല ഉമറെ, എനിക്ക് പ്രവാചകരുടെ മയ്യത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ? അവിടെ ഖിലാഫത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ലേ, ഇവിടെ എന്റെ ഹബീബ് കിടക്കല്ലേ, യാത്ര ഏക്കണ്ടേ നമുക്ക്? അല്ല, അങ്ങ് വന്നേ പറ്റൂ. അങ്ങ് വന്നിട്ടില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഛിന്നഭിന്നമായി പോകും. അതുകൊണ്ട് അങ്ങ് വരണം എന്റെ കൂടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചിട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബനൂ സായിദ ഗോത്രക്കാരുടെ സത്തീഫിലേക്ക് പോകുന്നത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഖദ്റജ് ഗോത്രക്കാരുടെ നേതാവ്, അദ്ദേഹത്തിന് അസുഖമാണ്. അദ്ദേഹത്തിന്റെ ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല, ശബ്ദം പുറത്തു വരുന്നില്ല. അദ്ദേഹത്തിന്റെ ആൾക്കാർ, കുടുംബക്കാരാണ് അദ്ദേഹം പറയുന്നത്, വെളികളെ വിളിച്ചു പറയുന്നതൊക്കെ. അദ്ദേഹത്തെ ഖദ്റജികൾ എല്ലാവരും കൂടി ഖലീഫയാക്കാൻ വേണ്ടി പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ പറയാൻ വേണ്ടി പോണ്. ഇല്ല, വരട്ടെ, പറയാൻ വരട്ടെ. ഇങ്ങനെ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞതിന് ശേഷം ഉമറെ അന്ന് പറഞ്ഞാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗം നിയന്ത്രിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങള് മുഹാജിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ്. ഞങ്ങൾ പരസ്പരം രക്തബന്ധമുള്ളവരും കെട്ടുബന്ധമുള്ളവരും ഒക്കെയാണ്. ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞവരാണ്. നുബുവത്തിന്റെ ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ മക്കയിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. തിരിച്ചും മറുഭാഗത്ത് മറുപടി വന്നു. വീണ്ടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെല്ലാം ഒഴിവാക്കി. നഹ്നുൽ ഉമറാഉ വഅൻതുമുൽ വുസറാ, ഞങ്ങളാണ് നേതാക്കന്മാര്, നിങ്ങൾ മുസറാക്കളാണ്, വസീറന്മാരാണ്. നിങ്ങളെ കൂടാതെ നിങ്ങളുമായിട്ട് മുശാവറ ചെയ്യാതെ ഇവിടെ ഒരു കാര്യവും പൂർണ്ണാവില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ലോകത്ത് ഈ ദഅവത്തിന് കൈത്താങ്ങായി നിൽക്കാൻ സാധിച്ചവരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി സ്വന്തത്തെയും ബന്ധത്തെയും മക്കയുടെ മണലാരംഗത്തിൽ ഒഴിവാക്കി വന്നവരാണ് ഞങ്ങൾ. ആദ്യമായിട്ട് ഈ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യാനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഉമറാക്കളും നിങ്ങൾ വസീറന്മാരുമാണ്. നമുക്ക് സഹകരിച്ച് പോകണം മുന്നോട്ട്. ഇതൊക്കെ ഔസ് ഗോത്രക്കാർ കാണാണ്. ഔസ് ഗോത്രക്കാർ ഉടനെ ഒന്നിച്ചങ്ങ് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് കൈപിടിച്ചു. ഈ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവൊക്കെ ഇവരുടെ ഈ വരവിൽ അദ്ദേഹത്തെ ചവിട്ടിക്കൊണ്ടൊക്കെ ആൾക്കാർ വരികയാണ്. കാരണം എന്തിനാ വരുന്നത്? ഖദ്റജ് ഗോത്രക്കാർ സഅദ് ഇബ്നു ഉബാദയെ ഖലീഫയാക്കിയാലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ഇതാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. അതുകൊണ്ട് ബായിഉ അയ്യുഹുമാ ശിഅ്തും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾ ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോ അതല്ല, അങ്ങാണ് ഖലീഫക്കടകൻ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഇമാമത്ത് നിൽക്കാൻ അങ്ങനെയാണ് നിർദ്ദേശിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ നേതാവ് നിങ്ങളാണ് എന്ന് പറഞ്ഞു ബൈഅത്ത്. അലി റളിയല്ലാഹു അൻഹു തഖീഫിലേക്ക് വന്നില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ മയ്യത്തിന്റെ തൽഹീദുമായിട്ട് കഴിയാണ്. അവരൊക്കെ ശേഷമാണ് പിന്നീടാണ് ബൈഅത്ത് ചെയ്യുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഏതോ ഒരു യുക്തിവാദി ഈ സംഭവങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ അന്ന് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നതിന്റെ കാര്യങ്ങൾ എത്തിച്ചു. യഥാർത്ഥത്തിൽ
ബനൂ സഈദ ഗോത്രക്കാരിൽ സഖീഫയിൽ ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ച ആലോചനയിലുടനീളം ഓരോരുത്തരും ഇസ്ലാമിന്റെ ക്ഷേമത്തെയാണ് ലക്ഷ്യം വെച്ചത്. ഇസ്ലാമിന്റെ ക്ഷേമത്തെയാണ് ലക്ഷ്യം വെച്ചത്. അവർ മറ്റൊരു കാര്യവും വെച്ചില്ല. അവരുടെ ഔസ് ഗോത്രക്കാര് ഞങ്ങൾക്ക് നേതാവായി വേണമെന്നോ, ഖസ്റജ് ഗോത്രക്കാര് ഞങ്ങളല്ലേ, ഞങ്ങളുടെ ഖസ്റജിന്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങളല്ലേ ഈ ഖിലാഫത്ത് കൈകാര്യം ചെയ്യണോ എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ല അവരുടെ ആരുടെയും നിർദ്ദേശം. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പഠിച്ചവരാണ്. പിന്നെന്തിനാണ് സഅദ് ഇബ്നു ഉബാദയൊക്കെ ഖലീഫയാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേയാൾ മുന്നോട്ട് വന്നത്? ഇവര് മനസ്സിലാക്കിയത് സഅദ് ഇബ്നു ഉബാദ ഖലീഫയാവലാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ ക്ഷേമത്തിന് അനുയോജ്യം എന്നാണ്. ഔസുകാർ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു? നാളെ കഴിഞ്ഞുപോയ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാൽച്ചുവട്ടിൽ കുളിച്ചുകൂടിയ ഈ ഭിന്നതയൊക്കെ നാളെ വന്നേക്കരുത്, അത് ഇസ്ലാമിന് തകരാറ് സംഭവിപ്പിക്കും, ഇസ്ലാമിന്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും തകരാറ് സംഭവിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അവർ എത്രയും പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാൻ മുന്നോട്ട് വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടയിൽ എന്തിനാണ് പെട്ടെന്ന് തീരുമാനമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ബൈഅത്ത് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങനെ കഴിഞ്ഞ ഖുർആനിൽ രണ്ടാമത്തെ ആളെന്ന് വിശേഷിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞതാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു അശരീരിയുണ്ടായി, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബാണ്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതുപോലെ തെറ്റാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അത്രമാത്രം തഖ്വയും ഉള്ള മനുഷ്യന്മാരായിരിക്കണം എന്ന രീതിയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇവിടെ ആരൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇവരെല്ലാം ഒന്നും അവരുടെ കുടുംബപരമായോ വ്യക്തിപരമായോ ആയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എല്ലാ ആൾക്കാരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവരെല്ലാം അഭിപ്രായമാണ്. നമ്മൾ ഇന്ന് അവിടുന്ന് മാറിയിട്ടുണ്ടായി. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വൈയക്തികവും രാഷ്ട്രീയവുമായ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ചില നമ്മുടേതായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ തെരഞ്ഞെടുക്കുക. ഈ ഒരു അവസ്ഥ മാറണം. ജാഹിലീകളായ ആൾക്കാർക്ക് സമ്പത്തുണ്ടെന്ന് കരുതിയിട്ട് അവരുടെ കരങ്ങളിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്ന വളരെ ദുഷിച്ച സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് തത്വയുള്ള മനുഷ്യന്മാരെ ഉള്ളതിൽ നല്ല ആൾക്കാരെ തെരഞ്ഞെടുക്കുവാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാണ്. നമുക്ക് എത്രമാത്രം ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാ പ്രിയപ്പെട്ടവരെ ഉള്ളത്? ചെറിയ വിഷയമാണോ? എന്താ മഹലിന്റെ നേരത്തൊക്കെ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലയിൽ വെച്ചൊരു വലിയ പരിപാടി നടന്നു. ഇതേപോലെ ഇതിനേക്കാളും വലിയ ഹാള്, ഇതിനേക്കാളും ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഇതേപോലെ ഒരു പ്രഭാഷണം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യാൻ അർഹതപ്പെട്ടവരെ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ വലിയ ദോഷം ചെയ്യും. തെരഞ്ഞെടുത്ത നിങ്ങളുടെയും ഈ കുപ്പായമായ നേരത്തെ കുഞ്ഞി കൂട്ടി അതൊക്കെ ഇട്ടിട്ട് ഈ സ്ഥാനത്തേക്ക് വന്ന് നിങ്ങളുടെയും ആക്ടിവത്ത് ചീത്തയാവാൻ ഒരു പക്ഷേ ഇത് നല്ല കാരണമാവുമെന്നൊക്കെ പറഞ്ഞപ്പോ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കമ്മിറ്റിക്ക് വേണ്ടി ആൾക്കാരെ നിർദ്ദേശിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അദ്ദേഹം പാവ എഴുന്നേറ്റ് നിന്ന് ഇടറുന്ന കണ്ടത്തോടെ പറഞ്ഞു, ഞാൻ നേരത്തെ ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേട്ടതാണ്, അതുകൊണ്ട് ഞാൻ ഈ മഹലിന്റെ ഇത്രയും പവിത്രമായ ഒരു സംവിധാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാനുള്ള അർഹത ഇല്ല. ഇൻഷാ അല്ലാഹ് അവിടെ എത്താനുള്ള ശ്രമം ഞാൻ നടത്തും. അപ്പോ നിങ്ങളുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ആ മാന്യ സുഹൃത്ത് മാറി. കാരണം അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനെ ചങ്കൂറ്റം കാണിക്കാൻ സാധിക്കുന്ന എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ വെറുതെ പറയല്ല.
തൃശ്ശൂർ വരെ ഒരു പക്ഷെ നമുക്ക് പോവാം. തൃശ്ശൂർ കഴിഞ്ഞാൽ അപ്പുറത്ത് ജമാഅത്ത് സൗദിയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഓരോ മഹലിൽ വരുന്നത് ഒരു സുഹൃത്ത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്. അബ്ദുൾ റഷീദ് ഒരു ദിവസം സൗദിയിൽ ഉമ്മാന്റെ കത്ത് തന്റെ അയൽവാസിയായ ഒരു സുഹൃത്ത് കൊണ്ടുകൊടുത്തപ്പോ ഉമ്മാന്റെ കത്ത് അങ്ങനെ പൊളിച്ചിട്ട് ഈ എഴുതിയ കത്ത് ചുരുട്ടി പേനിന്റെ പോക്കറ്റിന്റെ കവറിൽ ഇങ്ങനെ ഊതി നോക്കുകയാണ്. ഇതിലൊന്നും ഉണ്ടോ? ഒന്നുമില്ല. ഉടനെ ഈ കത്തടക്കെടുത്ത് കീറിയിട്ട് പറയാണ്, ഉമ്മനോട് ഞാൻ വിഷുക്കണി അയക്കാൻ വേണ്ടി പറഞ്ഞു. വിഷുക്കണിയുമില്ല വിഷുക്കണിയുമില്ല എന്ന് പറഞ്ഞ് ഉമ്മാന്റെ കത്ത് കീറിട്ട് വായിക്കുന്നുണ്ട്. അറിയില്ല ആരാ പ്രിയപ്പെട്ടവരെ ഇത് ഉത്തരവാദി? ആരാ ഉത്തരവാദി? ആരാണ് ഇതിന്റെ മസൂലിയത്ത് ഏറ്റെടുക്കുക? നമ്മളെല്ലാം വളരെ ലാഘവത്തോടു കൂടി കൊല്ലത്തിലൊരിക്കൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കമ്മിറ്റി എടുത്തിട്ട് നമ്മളിങ്ങനെ പോകും. എന്താ ഏർപ്പാട്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ പള്ളിക്ക് പെയിന്റ് അടിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം ഒന്ന്. നമ്മുടെ പള്ളിക്ക് ഒരുപാട് സ്ഥാപനം കേൾക്കുന്ന വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പാട്ടം കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കൊല്ലം പാട്ടം വിളിച്ചു കൊടുത്തിട്ട് അതിന്റെ കാശ് ജമാഅത്ത് കമ്മിറ്റിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. ഓൾറെഡി അവിടെ മദ്രസകളും പള്ളികളുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉസ്താദന്മാർക്ക് സേവനമനുഷ്ഠിക്കുന്നവർക്ക് മാസാമാസം ശമ്പളം കൊടുക്കണം. തീർന്നു നമ്മുടെ ഉത്തരവാദിത്തം. ജമാഅത്ത് കമ്മിറ്റി നല്ല കമ്മിറ്റി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പെയിന്റൊക്കെ അടിക്കുന്നുണ്ട്. തീർന്നില്ലേ? പിന്നെ മഹലിൽ നിക്കാഹ് നടക്കുമ്പോ കുറെ ആൾക്കാർ ബുക്കൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് പുതിയാപ്പിളന്റെ ആൾക്കാരുടെ വക പുതിയന്റെ ആൾക്കാരുടെ വക അവിടെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഈ സമൂഹം നിങ്ങളുടെ കയ്യിൽ കിടന്ന് ഇങ്ങനെ പെടയല്ലേ? ഇവർക്ക് വഴികാട്ടണ്ടേ? നിങ്ങൾ എവിടത്തേക്കാ വഴി കാണിച്ചു കൊടുത്തത്? ഇവർക്ക് ദിശ കാണിക്കേണ്ടതല്ലേ? നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നറിയാത്ത, സ്വന്തം തന്നെ ദിശ നിർണ്ണയിക്കാൻ സാധിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ആൾക്കാരല്ലേ ഇതിന് ഉത്തരവാദികൾ? അവർക്ക് സ്വന്തമായിട്ട് അറിയില്ല ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അവരുടെ കയ്യിലാണ് ഉമ്മത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദിശ അറിയാത്ത ഉമ്മത്തിനെ നോക്കൂ. എന്തൊരു വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ. 2 ദിവസം മുമ്പ്, അല്ല ഒരാഴ്ച മുമ്പ് ഞാനൊരു ഫോട്ടോ കണ്ടു. ദുബായിൽ നടന്നൊരു പരിപാടി, ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോ. എന്റെ സമയം നീളുന്നത് ഭയപ്പെടുകയാണ്. ദുബായിൽ നടന്നൊരു പരിപാടിയുടെ ഫോട്ടോ. വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതേപോലെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന പരിപാടി. ആ പരിപാടികളിൽ കഴുത്തിൽ ചെണ്ടൊക്കെ തൂക്കി മുട്ടുകയാണ്. ഞാൻ ചെയ്താല ഞങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. ഇവന്റെ കയ്യിലാണ് മുസ്ലിം ഉള്ളത്. ഇവന് തന്നെ അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. ഇവന് തന്നെ ദിശ അറിയില്ല. അവന്റെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. എന്തേ? അവനിവിടെ നല്ല ജോലി ഉണ്ടാകും, അത്യാവശ്യം കാശുണ്ടാകും. അതുകൊണ്ട് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ പലിശക്കാരന്റെ കയ്യിലാണ്. പ്രിയപ്പെട്ടവരെ, പലിശ ഹറാമാണ്. ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ട ഈ സമിതിയുടെ നിയന്ത്രണം പലിശക്കാരന്റെ കയ്യിലാണ്. ഹറാമ് തിന്നാതെ ഹലാലിൽ തിന്നാനുള്ള സാഹചര്യം ഉമ്മത്തിന് ഉണ്ടായിക്കൊടുക്കുകയും ആ വഴിക്ക് ഉമ്മത്തിന് വിശദീകരിക്കുകയും ചെയ്യേണ്ടവൻ ഹറാമിൽ കെട്ടിമറിയുന്നവനാണ്. നമ്മളാണ് അവരെ തെരഞ്ഞെടുത്തത്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഒരു മഹല്ല് ജമാഅത്ത് എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മഹല്ലിൽ എത്ര വീടുകളുണ്ട് എന്ന് മഹല്ലിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ നിങ്ങളുടെ സാമ്രാജ്യമല്ലേ? നിങ്ങളുടെ സാമ്രാജ്യത്തിലെ നിങ്ങളുടെ ഭരണീയരായ ആൾക്കാരുടെ എത്ര വീടുകളുണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ കണക്കുകൾക്കുണ്ടാവും. അവിടെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്നവരുണ്ടാവൂലേ? നിങ്ങൾ വലിയ അയക്കുറയും അതേപോലെ വലിയ മീനൊക്കെ ആടും പോത്തൊക്കെ പൊരിച്ച് നിർത്തി പൊരിച്ചിട്ട് കിടത്തി പൊരിച്ചൊക്കെ തിന്നിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോ വയറിൽ എന്തെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർ നിങ്ങളുടെ മൂക്കിന് താഴെ ഉണ്ടാവില്ലേ? പ്രിയപ്പെട്ടവരെ, എല്ലാരെക്കാളും ഉപരി ഉത്തരവാദിത്തം മഹല്ലിന്റെ ജമാഅത്ത് പ്രസിഡന്റിനില്ലേ? ജനറൽ സെക്രട്ടറിക്കില്ലേ? അവർക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്.
അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു കണ്ടു. അവിടെ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ അയ്ന തസീർ, എവിടത്തേക്കാണ് പോകുന്നത്, എവിടത്തേക്കാണ് അങ്ങ് പോകുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബ്ദുറഹ്മാൻ ഔഫ്, താങ്കളും വാ എന്റെ കൂടെ, താങ്കളും വാ. ഞാനിതാ ഈ മരുഭൂമിയിൽ ഒരിടത്തേക്ക് പോവാൻ. ഉമറല്ലേ ഈ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഈ സാമ്രാജ്യത്തിന്റെ അധിപൻ? ഉമറല്ലേ നിങ്ങളുടെ അമീർ? ഉമറല്ലേ നിങ്ങളുടെ പ്രസിഡന്റ്? ഉമറല്ലേ നിങ്ങളുടെ ഖലീഫ? അതുകൊണ്ട് വാ, നമുക്ക് പോകാം അബ്ദുറഹ്മാൻ ഔഫ്. എവിടത്തേക്കാണെന്നറിയോ? ഈ മരുഭൂമിയിൽ ഒരു സംഘം ആൾക്കാർ വന്ന് തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു സംഘം ആൾക്കാർ, അവർ നമ്മുടെ ദേശക്കാരല്ല, അവർ പുറം രാജ്യത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അവർ തമ്പടിച്ചു നിൽക്കുന്നത് ഉമർ പ്രസിഡന്റായിട്ടുള്ള മഹലിന്റെ അകത്താണ് അവർ തമ്പടിച്ചു നിൽക്കുന്നത്. ഞാൻ ഭയപ്പെട്ടു പോകുന്നു അബ്ദുറഹ്മാൻ, രാത്രിയിൽ അവർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ വസ്തുവകൾ ആരെങ്കിലും അവരുടെ സാധന സാമഗ്രികൾ കട്ടുകൊണ്ടുപോയാലോ? അതുകൊണ്ട് നമുക്ക് പോകാം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ഈ സംഘം തമ്പടിച്ചു നിൽക്കുന്നതിന്റെ അല്പദൂരത്ത് നിന്നിട്ട് രാത്രി വരെ അവർ കിടന്നുറങ്ങുമ്പോ ഉറക്കമൊഴിച്ച് അബ്ദുറഹ്മാൻ ഔഫിന്റെ കൂടെ രാജ്യത്തിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നു. എന്നിട്ടോ സുബ്ഹ് ബാങ്ക് കൊടുത്തപ്പോ കൈകൊട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവർ കിടക്കുന്നിടത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് അനങ്ങുന്നത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഔഫിനോട് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുറഹ്മാൻ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് പോകാം. ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഉറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് വന്നിട്ട് തമ്പടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും അവിടെ എന്തെങ്കിലും കട്ടുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ, അവർ ഏതെങ്കിലും കൊള്ളസംഘത്തിന്റെ കയ്യിലകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കാവൽ നിൽക്കാൻ പോയത് രാജ്യത്തിന്റെ ഭരണാധികാരി. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മള് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് നല്ല ഉറക്കായിരിക്കും, കാരണം ഭയങ്കര റാഹത്തായിട്ടുണ്ടാവും. ഒരു ദീർഘശ്വാസം വലിച്ച് കിടന്നു അല്ലെ, പ്രസിഡന്റ് ആയല്ലോ. ആയിട്ടില്ലെങ്കിലോ ഒരാഴ്ച കിടക്കാൻ കഴിഞ്ഞിട്ട് ഇതിന് പ്രഷർ ഷുഗർ എല്ലാം കൂടിയിട്ടുണ്ടാവും. കാരണം നേരത്തെ 2 മാസം മുമ്പേ കുപ്പായിരിക്കും കാത്തിരിക്കുന്ന മനസ്സിലായിരിക്കും. അള്ളാഹു കാത്തു സൂക്ഷിക്കട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുക്കട്ടെ, ഹിദായത്തിലേക്ക് ചേർക്കുമാറാവട്ടെ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കുറച്ച് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. അലി റളിയല്ലാഹു അൻഹു നോക്കി, അമീറുൽ മുഅ്മിനീനല്ലേ ഈ മരുഭൂമിയിലൂടെ റോന്തിച്ചുന്നത്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എവിടത്തേക്കാ? യാ അബുൽ ഹസൻ, ബഈറുൻ ലദ്ദ മിന സദഖ, ഒരൊട്ടകം സദഖയുടെ മുതലായിട്ട് വന്ന ഒട്ടകാണ്. ഒട്ടകം ഇവിടെ പോയി പരഞ്ഞു നടക്കാണ്, അത് പരഞ്ഞു നടക്കുക. കണ്ണീടെ തേങ്ങ അതെ പറിച്ചിട്ട് അവിടെ കൊണ്ടിട്ടാല് ആരെടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ പറയും, ഒരു 10 കൂടി ഉണ്ടായിരുന്നു, ആരോ കട്ടുകൊണ്ട് എന്ത് ചെയ്യണ ബാക്കിയിട്ട് നോക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ സക്കാത്തിന്റെ സമ്പത്ത് ശേഖരിച്ചു കൊണ്ടുവന്നതിൽ ഒരു ഒട്ടകം എവിടെയോ പോയി. അലി റളിയല്ലാഹു അൻഹുവിന് നേരത്തെ നമ്മളൊക്കെ ഉദ്ദേശിച്ച പോലെ അലി റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു വിഷമം തോന്നി. യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ ശേഷമുള്ള ഖലീഫമാരെ അങ്ങ് നിസ്സാരമാക്കുകയല്ലേ ഇത്? അങ്ങ് ഈ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളല്ലേ? അങ്ങ് ഈ മരുഭൂമിയിലൂടെ ഒരൊട്ടകത്തെ പരതി നടക്കേണ്ട മനുഷ്യനാണോ? അങ്ങ് എന്തായി ചെയ്യുന്നത്? അങ്ങയുടെ ശേഷമുള്ള ഖലീഫമാരവരെ അങ്ങ് നിസ്സാരമാക്കുകയാണ്. ഹസൻ നിറ കണ്ണുകളോടെ ഇടറുന്ന കണ്ടത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തലുംനി യാ അബുൽ ഹസൻ, അലിയെ എന്നെ ആക്ഷേപിക്കല്ലേ. എന്നിട്ട് പറയാണ്, ഒരൊട്ടകം
ലൗ അന്ന അനാഖൻ ذهب بشاطئ الفرات لأخذ بها عمر يوم القيامة. ഒരൊട്ടകമെങ്ങാനും യൂഫ്രട്ടീസിന്റെ തീരത്ത് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒട്ടകം വഴിതെറ്റി, എന്തുകൊണ്ടങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ദർബാറിൽ റബ്ബെന്നെ പിടികൂടും, അറിയുമോ നിങ്ങൾക്ക് അലിയെ എന്ന് നിറ കണ്ണുകളോടെ ഇടറുന്ന കണ്ടത്തോടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്. ആണ് നമ്മുടെ ഉമ്മത്തിന്റെ അമീറിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്ക് ഈ വഴിക്കൊന്ന് ആലോചിക്കാൻ പറ്റും. നേരത്തെ ഹസൈനാർ ഇതിനെ സ്വാഗതം ചെയ്യുന്ന സമയത്ത്, നമ്മയൊക്കെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. എനിക്ക് വളരെ റാഹത്തായി അൽഹംദുലില്ലാ. ശേഷം ബഹുമാന്യരായ ഡോക്ടർ സാഹിബിന്റെ പ്രഭാഷണവും കൂടെ കേട്ടപ്പോൾ ഒരുപാട് റാഹത്തായി. കാരണം അദ്ദേഹം ഈ വിഷയങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയിച്ചു. നമ്മുടെ നാട്ടിൽ സൂക്ഷിക്കുന്നുണ്ടോന്നറിയില്ല. ഇവിടെയും നമുക്ക് വേണം. നമ്മുടെ മഹല്ലിൽ എത്ര വീടുകളുണ്ട് നമുക്കറിയില്ല. മഹല്ല് ജമാഅത്തിന്റെ മഹല്ല് കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്നവരുടെ ബാധ്യതയാണ്. അതിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ എത്രയുണ്ട്, സാമ്പത്തികമായി ദാരിദ്ര്യരേഖ താഴെ നിൽക്കുന്നവർ എത്ര പേരുണ്ട് നമ്മൾ അറിയണ്ടേ. വിവാഹപ്രായം എത്തിയ ആൾക്കാർ, എന്നിട്ട് വിവാഹം കഴിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ എത്രയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ. നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മള് ദുഹർ നിസ്കാരവും അസ്ർ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും കഴിഞ്ഞ് പള്ളിയുടെ പടിപ്പറയിൽ വന്നിട്ട് ആക്ഷേപിച്ച് പറയുമല്ലോ, അതിനു മുമ്പ് നമ്മൾ ആലോചിക്കണം. അതാ അവള് മറ്റേ ഇന്നയാളുടെ മോള് ഓരോരുത്തരുടെ കൂടെ പോയി എന്ന് പറയാനുള്ള വകുപ്പുണ്ടാക്കരുത് പ്രിയപ്പെട്ടവരെ. അത് പറയട്ടെ, അയ്യബാണ്. നമ്മുടെ അടുത്ത് അത് കണക്കുണ്ടോ? ചിലപ്പോ ഇങ്ങനെ ഒരാൾ ഓടിപ്പോയി, ഇങ്ങനെ പെൺകുട്ടി ഇന്നയാളുടെ കൂടെ ഓടിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പ്രസവോ ജനറൽ സെക്രട്ടറി വന്നിട്ടേക്കും, ഏത് പെണ്ണാത് അല്ലേ, എനിക്കറിയില്ല. എന്റെ മഹല്ലിൽ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നിർവഹിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് എന്ന് എനിക്കറിയില്ല. ഈ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയ ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ആകെ തകർന്ന് മുഖ്ലിസായിട്ട് മടങ്ങുന്ന ഒരു അവസ്ഥയായിട്ടും അള്ളാഹു നമ്മൾ ആലോചിക്കണം. ഈ കൂടെ വന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ വളരെ വലിയ ഉച്ചത്തിൽ, ആകാശം പൊട്ടുമാർ ഉച്ചത്തിൽ പ്രസംഗിക്കുമല്ലോ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് അല്ലെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുകൊണ്ടുള്ളവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഇത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ മഹല്ലുകളിൽ നിന്നാണ്. നമ്മുടെ മഹല്ലുകളിൽ അതേപോലെ പോട്ടെ. നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ അവസ്ഥ എന്താണ്? നേരത്തെ പറഞ്ഞു, തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും രീതിയും ശൈലിയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? അവൻ തീവ്രവാദിയായി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അതാത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാര് ആലോചിക്കട്ടെ, നമ്മൾ ഇതിനു വേണ്ടി എന്താ ചെയ്തത്. അത് ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രം പാഠം കൊടുക്കാണ് അല്ല. ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ മഹല്ലിന്റെ ഭാഗത്ത് നിന്നാണ്. ആദ്യം ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിക്കേണ്ടത് നമ്മുടെ മഹല്ലിൽ നിന്നാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കപ്പെടുക മഹല്ല് സംവിധാനമാണ്. ഇതാണ് ഇസ്ലാമിന്റെ എല്ലാവരും കാണുന്ന ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ല് സംവിധാനം. അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണ്ടേ? അവർക്കറിയില്ല. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം വന്ന സമയത്ത് ജൂതന്മാരും മുശ്രിക്കുകളും വിശ്വാസികളുമുള്ള ഈ സമൂഹത്തിൽ, ആ സമൂഹത്തിലെ ജൂതന്മാരോടും മുശ്രിക്കുകളോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആൾക്കാരെ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് നമ്മുടെ യുവാക്കൾക്ക് അറിയില്ല. അവർ കേട്ടത് വഅയ്ദൂലഹും മസ്തതഅതും മിൻ ഖുവ്വ വമിൻ റിബാത്തിൽ ഖൈർ തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും എന്ന തീവ്രവാദിയുടെ ഘോര പ്രഭാഷണം മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ പോയി അല്ലേ? പക്ഷെ അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ.
നിങ്ങളുടെ ഖത്തീബിനെ നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തിയോ? നിങ്ങളുടെ ഖത്തീബിനെ നിങ്ങൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്? ഒരു നേരം പാവപ്പെട്ട ഖത്തീബ് നിങ്ങളുടെ നിസ്കാരത്തിന് നിങ്ങളുടെ ജമാഅത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് നേതൃത്വം കൊടുക്കാൻ ഇല്ലെങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ ആലോചിക്കും. അത് വലിയ ബാധകമായിട്ടാണ് കാണുക. സബൂൽ മൂടിക്കാക്കാൻ എന്റെ ഒരു ജമാഅത്തിന് ഖത്തീബ് പള്ളിയിലില്ലാതെയായി പോയി, ഒരു ദിവസം മദ്രസ ലീവാക്കിപ്പോയി, സബൂൽ മൂടിക്കാക്കാൻ. അതേ ഖത്തീബിനെ ഈ രീതിയിൽ ഈ സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ ജ്ഞാനത്തിന്റെ ഭാഗമില്ലേ? അദ്ദേഹത്തിന് ഈ വഴിയൊക്കെ ആലോചിക്കാനും അത് കോട്ട് ചെയ്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊടുത്തോ? അങ്ങനെ ഒരു ചർച്ച ഉമറാക്കളുടെ ഭാഗത്ത് നിന്ന് നടന്നോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബ് ലൻഫളൂ മിൻ ഹൗലിക. നബിയെ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അങ്ങ് ഈ കൂട്ടരോടൊക്കെ വളരെ മൃദുവായ സമീപനം സ്വീകരിച്ചു. അങ്ങ് പരിശു സ്വഭാവക്കാരുണ്ടായിരുന്നെങ്കിലോ അങ്ങനെ ചുറ്റുപാട് ആരും ഉണ്ടാകുമായിരുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈനീട്ടാൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ജൂതനാണ്, ഇസ്ലാമിന്റെ ശത്രു. ആ ജൂതനായ മനുഷ്യൻ കൈനീട്ടുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, എന്താ നിങ്ങൾ കൈനീട്ടുന്നത്? ഉമറല്ലേ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി, ഉമറല്ലേ ഈ മഹലിന്റെ പ്രസിഡന്റ്, അതുകൊണ്ട് ഉമറിന്റെ സാമ്രാജ്യത്തിൽ എന്തിനാണ് കൈനീട്ടുന്നത്? എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റൂല, ഞാൻ വളരെ ക്ഷീണിതനായിരിക്കുകയാണ്, ഞാൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വിഷമങ്ങളെ കൊണ്ട് കഴിയുന്നയാളാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നീതി കാണിച്ചില്ല അല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ അങ്ങയുടെ ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, അങ്ങയുടെ സ്വത്തിനുള്ള സ്വാതന്ത്ര്യം, അങ്ങയുടെ ജീവനുള്ള സംരക്ഷണം, എല്ലാ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ. നിങ്ങളോട് ഞങ്ങൾ നികുതി വാങ്ങി. ഇന്ന് നിങ്ങൾ വാർദ്ധക്യത്തിലകപ്പെട്ടു, നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് നികുതി തരാൻ സാധിക്കില്ല. നിങ്ങളുടെ നല്ല കാലത്ത്, യുവത്വകാലത്ത് നികുതി സ്വീകരിച്ചിട്ട് ഇന്ന് ഈ വാർദ്ധക്യകാലത്ത് ചൂതനാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ വിടാന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. അതുകൊണ്ട് വരൂ, കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ മുസ്ലിങ്ങളുടെ ബൈത്തുൽ മാലിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ ജൂതനാണെങ്കിലും ഇദ്ദേഹം നമുക്ക് മുമ്പ് ജിസിയ തന്ന മനുഷ്യനാണ്, ഇദ്ദേഹത്തിന് ജീവിക്കാനുള്ള വകുപ്പ് ഗവൺമെന്റിൽ നിന്ന് കൊടുക്കണം. ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ല ഈമാൻ നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സൂരത്തൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കുക, അല്ലെ? ഏതെങ്കിലും അമുസ്ലിമിനെ ആക്രമിക്കാനും അവരെ കടന്നാക്രമിച്ച് അവരുടെ വസ്തുവകളൊക്കെ പിടിച്ചു പറ്റാനും ഉപദ്രവിക്കാനൊക്കെ നമ്മൾ പറയാം, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവത്തെ കുറിച്ച്
ഇസ്ലാമിന്റെ ശത്രു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കലും മുസ്ലിം അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ ജൂത വിഭാഗം, ആ ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കീഴിൽ അദ്ദേഹം എല്ലാവരും സംരക്ഷണവും കൊടുത്ത് ജീവിക്കാൻ അനുവദിച്ചു. എന്തേ? ഒരു ജിസിയ തരുന്നുണ്ട്. വാർദ്ധക്യകാലത്ത് ജിസിയ തരാൻ പറ്റാത്ത സമയത്ത് ഉണ്ടാക്കി അദ്ദേഹത്തിന് അങ്ങോട്ട് പെൻഷൻ കൊടുക്കുകയാണ്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലെ നമ്മുടെ അയൽപക്കങ്ങൾ, നമ്മൾ ഒരുപാട് കാലിക പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോകാൻ മുസ്ലിമീങ്ങളെ മാത്രമല്ല അമുസ്ലിമീങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. അമുസ്ലിമീങ്ങളെയും ശ്രദ്ധിക്കണം. ഇസ്ലാം എന്താണെന്ന് അവർ അറിയട്ടെ. ഇവിടെ KMCC ചെയ്യും, മുസ്ലിം ലീഗ് ചെയ്യും, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോഴും അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടന. ഒരു ജമാഅത്ത് കമ്മിറ്റി തങ്ങളുടെ മഹല്ലിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് പൈസ സ്വരൂപിച്ചിട്ട് അതിലൊരു വീട് അല്ലെ നമ്മുടെ നാട്ടിലെ ശാരദയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടായിക്കൊടുത്താൽ അവരെന്താ? മുസ്ലിമീങ്ങളുടെ ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സുപ്രീം അതോറിറ്റി അവർ നമുക്കൊരു വീട് തരാൻ വേണ്ടി തീരുമാനിക്കുക. അവർ മാനവികമായ മൂല്യങ്ങൾക്ക് വികസിക്കുന്നവരാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞ ഇതാണ്. എത്ര തീവ്രവാദത്തിന്റെ വഴിയെടുത്ത് വന്നാലും അത് ഉൾക്കൊള്ളാൻ ഈ സമൂഹം തയ്യാറാവില്ല. ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാം. ഈ വഴിക്ക് സമൂഹത്തെ വിശദീകരിക്കാൻ അർഹതപ്പെട്ടവർ കിടന്നുറങ്ങിയിട്ട് ഏതെങ്കിലും മൂലയിൽ നിന്ന് ആരെങ്കിലും രണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കിയാൽ അപ്പോഴാണ് നമ്മളെല്ലാം ഒന്ന് സടപെടുന്ന എഴുന്നേൽക്കുക. രോഗം വരുന്നതിന് മുമ്പ് കാത്തു സൂക്ഷിക്കുന്നതാണ് വന്നിട്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത്, അല്ലേ? സമൂഹത്തിന്റെ ഇങ്ങനെ എത്ര വിഷയങ്ങൾ, നൂറുകൂട്ടം വിഷയങ്ങളുണ്ട് എല്ലായിടത്തും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാ വളരെ സന്തോഷകരമാണ്. നമ്മുടെ സമസ്തകളുടെ ജമിഅത്തുൽ കീഴിലൊക്കെ സുന്നി മഹല്ല് ഫെഡറേഷനൊക്കെ നടത്തുന്ന ഒരുപാട് പ്രോജക്ടുകളുണ്ട്. ഞങ്ങളൊക്കെ മഹല്ലുകളിൽ നടന്നു. എന്താ? പ്രീമെഡിക്കൽ കോഴ്സ്, കല്യാണം കഴിക്കാൻ പോകുന്ന യുവാക്കൾക്കും യുവതികൾക്കും പ്രത്യേകമായ ക്ലാസ്. അങ്ങനെ ഖത്തീബുമാരൊക്കെ അത് ട്രെയിനിങ് കൊടുത്ത് റെഡിയാക്കുകയാണ്. ഇപ്പൊ എന്താ കല്യാണത്തിലൊക്കെ അവസ്ഥ? മഹല്ലുകളിൽ നിന്ന് നമ്മൾ പുതിയാപ്പിളയായിട്ട് പോകില്ല, നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. ഖത്തീബും മുക്രിയും മുഅല്ലിമീങ്ങളും നാട്ടിലെ പ്രമാണിമാരും ഒക്കെ ഇവരെ കല്യാണം കഴിപ്പിച്ചു വിടും. ഇവരേതെങ്കിലും സീരിയൽ കണ്ടിട്ട്, ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അതൊക്കെ മനസ്സിലിങ്ങനെ രൂപപ്പെട്ട് വെച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് അതൊക്കെയാണ്. ഇവരെ കൂട്ടിക്കൊണ്ടുപോകും, ഏതെങ്കിലും ഔട്ടിങ്ങിനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയാൽ ഓള് പിന്നെ മരം ചുറ്റിയിട്ട് ഇവരെ പ്രേമിക്കണം. അപ്പോഴൊന്നും കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലോ മതി, പൊട്ടലും ചീറ്റലും അവർക്ക് സംഭവിക്കാം. എന്താണ് ദാമ്പത്യം അറിയില്ല, യാതൊരു വിവരവുമില്ല. കല്യാണം കഴിച്ചാൽ നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, എന്താണ്, എങ്ങനെ ഈ ജീവിതത്തെ കാണണം, ഒരു പരിധിവരെ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഇത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുകളിൽ, അവരുടെ മഹല്ലുകളിൽ അവർ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പല മഹല്ലുകൾക്കും ഇപ്പൊ SMS ഒക്കെ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പല മഹല്ലുകൾക്ക് അറിയില്ല അതൊരു സംഭവമുണ്ടോ. നിങ്ങളൊന്ന് ബന്ധപ്പെട്ടു. അതേപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ പിലാത്തറ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബായ സമയത്ത് എന്നെ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്ത് കുറെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്ത സംഭവം എന്താ, ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ പത്രത്തിലൊരു ഇത് വന്നു, ആരും ശ്രദ്ധിക്കാത്ത റെയിൽവേയിലേക്ക് എടുക്കുകയാണ് കുറെ യുവാക്കളെ. 8ാം ക്ലാസ് പാസ്സായ മതി. അപ്പോ ഞാൻ ചുമക്കുമ്പോഴും പ്രഭാഷണത്തിന്റെ അവസാന സമയത്ത് ഞാൻ നാട്ടിലെ 8ാം ക്ലാസ് പാസ്സായ യുവാക്കള് തൊഴിലന്വേഷിക്കുന്നവര് അവര് ഇങ്ങനെ റെയിൽവേയിലേക്ക് ഒഴിവുകളുണ്ട്, അതിന്റെ ഫോം മുഖ്യന്റെ കയ്യിൽ കിട്ടും, അവർക്ക് വാങ്ങി നിങ്ങൾ ജുമാക്ക് ശേഷം പൂരിപ്പിച്ച് കൊടുത്താൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കാത്തവർക്ക് സഹായത്തിന് ഇന്നാണ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആ യുവാക്കൾ വന്നു. അതൊരു ഖത്തീബ് ചെയ്യാൻ, ഖത്തീബിനെ ഈ രീതിയിൽ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മഹല്ല് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാൽ, പ്രത്യേകിച്ച് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ഒരു ഖത്തീബാണെങ്കിൽ യാതൊരു പേരും പഠിക്കാനില്ല. ഇത്തരം വിഷയങ്ങൾ തുടർന്നു അതൊരു അവസരം ഉണ്ടാവും.
നിങ്ങളുടെ മഹലിൽ നിന്ന് ജോലി ആവിഷ്കാരം വിദേശത്ത് വരുന്ന ഇവിടെ വരുന്ന ഒരാള് പോയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്താ ഇങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടി വരാൻ ഇതിന്റെ പരാതി അങ്ങോട്ട് പറയാം. അവൻ ഉള്ളത്തേക്കോ നിർപ്പാട് നോക്കില്ല, പുതിയ കക്ഷിയാണ്. പോയാലോ നല്ലൊരു വാച്ച് കൊടുക്കും, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കും, അതെ, അതെ, കുറച്ചെന്തെങ്കിലും വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കും, തീർന്നു. അവനൊരു ജോലി എവിടെയെങ്കിലും എല്ലാം നമ്മുടെ ഈ ഒരു ചാനൽ ഉപയോഗപ്പെടുത്തി വിവരങ്ങൾ അറിയിച്ച് അനുയോജ്യമായ ഒരു ജോലിക്ക് അവൻ എങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം പറഞ്ഞിക്കഴിഞ്ഞു. നമ്മുടെ കിലോമീറ്റർ പുറകിലാണ് പ്രിയപ്പെട്ടവരെ. മഹല്ല് കമ്മിറ്റിയുടെ അന്തം നടക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ അവിടെ ജോബിന് വേണ്ടിയിട്ടേ ജോലി ചെയ്യാൻ തയ്യാറായ ആൾക്കാര്, പഠനമൊക്കെ കഴിഞ്ഞ ആൾക്കാർ അവരവർ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനത്തിൽ ഉണ്ടാവട്ടെ. ഏറ്റവും ഒടുവിൽ നമ്മുടെ മഹലിന്റെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള എന്ത് പദ്ധതിയാണ് നമുക്കുള്ളത്? ഇസ്ലാം നമ്മോട് പറഞ്ഞ പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ഇങ്ങനെ വർഷ അല്ലെങ്കിൽ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ശൈലിയുടെ രീതിയുടെ ഭാഗമായിട്ട് പോവാണ്. നമ്മൾ ചിന്തിക്കാനും മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. സക്കാത്തിന്റെ എന്താ പ്രശ്നം? സക്കാത്തിന് ഒരു പ്രശ്നമില്ല. സക്കാത്തിന്റെ മസല പ്രശ്നം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിക്ക് സക്കാത്ത് ഏൽപ്പിക്കാനുള്ള നിയമമില്ല എന്നുള്ളതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇസ്ലാമിക ഭരണാധികാരി നിയമിക്കുന്ന സക്കാത്തിന്റെ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തം കൊടുക്കുക, അല്ലെങ്കിൽ വക്കാലത്താക്കുക ഒരാളെ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് നിങ്ങൾ മഹല്ലിന്റെ സംവിധാനത്തിന്റെ ആൾക്കാരല്ലേ, നിങ്ങളുടെ മഹല്ലിൽ ജമാഅത്ത് കമ്മിറ്റി നേതൃത്വം വഹിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ മഹല്ലിലെ സ്വന്തങ്ങളായ ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കട്ടെ. മക്കൾക്കൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ കാര്യം കൈകാര്യം ചെയ്യാം, നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്നിട്ടോ ഈ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ കാണുക, നല്ല രീതിയിൽ അവർ കൊടുക്കാതെ. ഏറ്റവും കുറഞ്ഞത് അവരോട് പറയാം, അവരൊക്കെ വിളിച്ച് സക്കാത്തിനെ കുറിച്ച് ഹബീബിനെ ഉപയോഗിച്ച് നല്ലൊരു ക്ലാസ്സൊക്കെ കൊടുത്തിട്ട്, ചിലപ്പോ ഈ മാസം കച്ചവടം തുടങ്ങിയാളുണ്ടാവും റജബിന്, ചിലയാള് റബീലവൽ കച്ചവടം തുടങ്ങിയാളുണ്ടാവും. അവരോട് പറയാം, നിങ്ങളുടെ സക്കാത്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ്, സക്കാത്ത് കണക്കൂട്ടുന്ന സമയം എപ്പോഴാണ്, അത് വാങ്ങണം. അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല. വാങ്ങിയിട്ടോ ഓരോ കൊല്ലത്തിൽ ഓരോ മാസവും ഏകദേശം എത്ര ആൾക്കാരുണ്ട് സക്കാത്ത് കൊടുക്കാൻ, ആ മാസത്തിന് മുമ്പേ പോയിട്ട് അല്ലെങ്കിൽ ആ മാസത്തിന്റെ അന്ന് പോയിട്ട് പറയാം, നിങ്ങളുടെ സക്കാത്ത് ഈ മാസം ആണല്ലോ, എത്ര പൈസ ഉണ്ടാവും, നിങ്ങൾ മറ്റൊന്നും അറിയണ്ട, അതൊക്കെ അയാൾക്ക് പറയാമല്ലോ. അത് പറയുന്നതിന് വഴിയുണ്ടാവില്ല. നിങ്ങൾ സക്കാത്ത് കൊടുക്കണല്ലോ എങ്ങനെയായാലും, നിങ്ങളുടെ നിർബന്ധം സക്കാത്ത് എത്ര കാത്തുണ്ടാവും, ഇത്രയുണ്ടാവും. നമ്മളതിന്റെ കണക്ക് മാത്രം എടുക്കാം, പൈസ വാങ്ങുന്നില്ല. കണക്കെടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായിട്ട് പരാധീനത അനുഭവിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഏകദേശം 2 പേരുടെ അല്ലെങ്കിൽ ഈ തന്ന ലിസ്റ്റിൽ 3 പേരുടെ സക്കാത്തിന്റെ വിഹിതം കൂട്ടിയിട്ട് ഒരാൾക്ക് കൊടുത്താൽ അയാൾക്ക് ഒരു ഉന്തുവണ്ടി വാങ്ങിയിട്ട് തളിപ്പമ്പ് ടൗണിൽ അല്ലെങ്കിൽ പൂവെന്ന് പറയാ പൂവത്തേക്ക് തള്ളിക്കൊണ്ടുപോയിട്ട് വൈകുന്നേരം കുറച്ച് അപ്പവും ചായയും ഒക്കെ ആക്കിയിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റും എന്ന് കണ്ടാൽ ഇതിനൊക്കെ നോക്കുന്നുണ്ടായി. അദ്ദേഹം അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം വെച്ച് 1 or 2 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അദ്ദേഹം അള്ളാഹു വർഷത്തിലെ സക്കാത്തിന്റെ വിഹിതം തരും. ഒരു സ്ത്രീയാണ് നോക്കുക, ആ സ്ത്രീക്ക് ഒരു ടൈലറി ഷോപ്പ് 2 or 3 പണിക്കാർക്ക് വെച്ച് നടത്തിക്കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ഒരു ഷോപ്പ് നടത്തിയിട്ട് അത്രയും വരുമാനം ഉണ്ടെങ്കിൽ ആ പെണ്ണിന് ജീവിക്കാൻ വേണ്ടി പറ്റും. ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്താൽ അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് 3-4 മക്കളുള്ള അവർക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല. അവർക്കൊരു ടൈലർ ഷോപ്പ് കൊണ്ടായിരിക്കും 3 or 4 സ്റ്റാഫുള്ള. ഇതിനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് ചിലപ്പോൾ നിങ്ങളുടെ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുടെ ലിസ്റ്റിന്ന് അവരോട് ചോദിച്ചാൽ ഇത്ര കാശ് എന്റെ സക്കാത്തിന്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 or 3 ആൾക്കാരുടെ പൈസ സ്വരുമിച്ചാൽ അവർക്ക് എത്തിക്കാൻ വേണ്ടി
അപ്പൊ ഇതെങ്ങനെ വാങ്ങുന്നിടത്താണ് ഉസ്താദെ പ്രശ്നം? വാങ്ങാൻ ഒന്നുമില്ല. നിങ്ങൾ മഹല്ല് കമ്മിറ്റി കൂടിയിട്ട് നല്ലൊരു വക്കീലിനെ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ ആരെങ്കിലും ജക്കാത്ത് കൊടുക്കുന്നതാണ്, ഞാൻ ഇന്നയാളാണ് വക്കീലായിട്ട് നിർദ്ദേശിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അവിടെ ഞാൻ എന്റെ ജക്കാത്തിന്റെ പൈസ അദ്ദേഹത്തിന് കൊടുക്കും. എല്ലാവരും അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു പൊതുധാരണയിലെത്താം, ഒരു മസ്തഹത്തിന് വേണ്ടിയിട്ട്. ഈ സക്കാത്തിന്റെ അർഹതപ്പെട്ട ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ പിന്നെ ജമാഅത്ത് കമ്മിറ്റിക്ക്, മഹല്ല് കമ്മിറ്റിക്ക് പറയാം, ഇതാ ഇന്ന ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ ഒറ്റ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇയാൾ പോയിട്ട് ആ കാശ് കൊടുക്കണം. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നില്ല? നമ്മള് 1 ലക്ഷം രൂപ സക്കാത്തിന്റെ കാശുണ്ടെങ്കിൽ ജമാഅത്ത് കമ്മിറ്റിക്കോ മഹല്ല് കമ്മിറ്റിക്കോ അത് യാതൊരു ബന്ധവുമില്ല. അവർ ചിന്തിക്കുന്നേ ഇല്ല. അല്ലെ, ഞാൻ നിങ്ങളുടെ മഹല്ലിയാണ്, എനിക്കുണ്ടാവും 1 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ മഹല്ലിന്റെ ആൾക്കാരോട് ഞാൻ പറയുന്നില്ല, മഹല്ലിന്റെ ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഞാൻ ഈ 1 ലക്ഷം എന്ത് ചെയ്യും? ഞാൻ കുഞ്ഞാമിക്ക് 100 രൂപ കൊടുക്കും, അല്ലെ, അബൂബക്കറിന് 200 രൂപ കൊടുക്കും, മറ്റേ ആൾക്ക് 1000 കൊടുക്കും, ഇപ്പുറത്തെ ആൾക്ക് 2000 കൊടുക്കും. ഈ ഉമ്മത്തിലെ നേരെ നട്ടലിനോടെ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത ഒരുത്തര് നേരാവെന്ന നട്ടലിനോടെ നിർത്താൻ അല്ലാഹു നമ്മുടെ കയ്യിൽ തന്ന സമ്പത്ത് ഈ പാവപ്പെട്ടവന്റെ അധികാരമാണ്. നമ്മൾ യാതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇത് ഇങ്ങനെ പിച്ച് ചീന്തി അവിടെ ഇവിടെയും കൊടുത്തിട്ട് സമൂഹത്തിലെ പാവപ്പെട്ടവനെ എക്കാലത്തും പാവപ്പെട്ടവനാക്കി മാറ്റുന്നത് നമ്മുടെ ഈ തലതിന്റെ ഏർപ്പാടാണ്. നമ്മൾ ഇങ്ങോട്ട് ചിന്തിക്കാത്തതുകൊണ്ടാണ്. അല്ലാഹു ഒരാളെ കാലചക്രത്തിന്റെ അപ്രതീകമായ തർക്കത്തിൽ മലയാള നാട് കണ്ട മഹോന്നത പണ്ഡിതനൊരു അറിവിന്റെ ധ്വജകേസരിയായി മുസറലിയായ പണ്ഡിതന്റെ ഉത്ഭയം നിറഞ്ഞ ജീവിതം നയിച്ച് വിട പറഞ്ഞ മന്യരായ മർഹൂം PKM ബാവമുസ്ലിയാരുടെ അമരസ്മരണയിൽ അൻസാർ കുന്നംപുറം രചന നിർവഹിച്ചു അബ്ദുൽ അസീസ് കുന്നംപുറത്തിന്റെ സംവിധാനത്തിൽ യുവഗായകൻ മുസ്തഖീം ആലപിച്ച PKM ബാവമുസ്ലിയാരെന്ന തേജോമയ പണ്ഡിതന്റെ ഓർമ്മഗീതം. ചന്ദ്രമുഖം പുഞ്ചിരി നൽകിയോ പണ്ഡിത സൂരം മരണനുഗ്രഹിച്ചുള്ളൂരിൽ സ്തൂപം അനുയായികളിൽ കണ്ണീർ നനവും നൽകി കരളിലാമൊഴിയാതൊരു നമ്പരമേടി ആ മഹനത്തിന്റെ സംഗീതം നൽകി